എൻട്രോപ്പി ആൻഡ് അവൈലബിൾ എനർജി. ഇനി നമുക്ക് നോക്കാനുള്ളത് എൻട്രോപ്പി ആൻഡ് അവൈലബിൾ എനർജി തമ്മിലുള്ള റിലേഷൻ എന്താണ്. അതിനു വേണ്ടി ഒരു കാർനോട്ട് എഞ്ചിൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് എഞ്ചിൻസ് കൺസിഡർ ചെയ്യാം. അതിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമുക്ക് സാധാരണ എഞ്ചിന്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ക്യൂ ആണ്. അപ്പൊ അതിന് കാർനോട്ട് എഞ്ചിൻ ആകുമ്പോൾ T1 - T0 by T1. T0 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഞാൻ സിങ്കിന്റെ ടെമ്പറേച്ചർ T0 ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ 1 - T0 by T1 × Q ചെയ്താൽ മതി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ടെമ്പറേച്ചർ T1 സോഴ്സിന്റെ, ടെമ്പറേച്ചർ T0 സിങ്കിന്റെ ആയിരുന്നു. അവിടെ ഒരു വർക്ക് ചെയ്തിട്ട് ഞാൻ T1 എന്താക്കാണ് കുറച്ചുകൂടെ കുറയ്ക്കുകയാണ്, T2ലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഞാൻ വർക്ക് ചെയ്തതിനെ TW എന്ന് കൊടുത്തു, T1 T2 ആക്കി മാറ്റി. ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ആക്ച്വൽ വർക്ക് ഡണ്ണും T2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ T1 ആണ്. അപ്പോൾ ലോസ് ഇൻ അവൈലബിൾ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, W - W' കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യൂവിനെ പുറത്തേക്ക് എടുക്കുക, ആദ്യം T0 പുറത്തേക്ക് എടുക്കുക, പിന്നെ ക്യൂവിനെ അകത്തേക്ക് കൊടുക്കുക, Q/T2 Q/T1. ഈ Q/T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പിന്റെ ഫോർമുലയാണ് Q/T അല്ലെ. അതായത് എൻട്രോപ്പി ഗെയിൻഡ് S2, എൻട്രോപ്പി ലോസ്റ്റ് S1. അപ്പൊ ലോസ് ഇൻ അവൈലബിൾ എനർജീനെ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് നമുക്ക് എഴുതാൻ പറ്റും. റൈറ്റ്, എഴുതിക്കൂടെ? അതായത് ദിസ് ഈസ് ഈക്വൽ ടു S2 ആണ് എൻട്രോപ്പി ഗെയിൻ, ദിസ് ഇസ് എൻട്രോപ്പി ലോസ്റ്റ്. സോ S2 - S1 എഴുതാൻ പറ്റും. സോ S2 - S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് അല്ലെ, പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, ഇൻറ്റു T0, ഗെയിൻ ഇൻ എൻട്രോപ്പി ഇൻറ്റു T0 ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ലോസ് ഓഫ് അവൈലബിൾ എനർജി ഇൻക്രീസ് ചെയ്യും എൻട്രോപ്പി കൂടുമ്പോ അല്ലെ. എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും, ലോസ് ഓഫ് അവൈലബിൾ എനർജി ഇൻക്രീസ് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ അവൈലബിൾ എനർജി എന്താവും, ഡിക്രീസ് ചെയ്യും. വെരി ഇമ്പോർട്ടന്റ്, അവൈലബിൾ എനർജി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവൈലബിൾ എനർജി ഡിക്രീസ് ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തേതായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഇൻക്രീസസ്. ഹൗ, എങ്ങനെയാണ് എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് കാർനോട്ട് സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റിവേഴ്സിബിൾ സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇറവേഴ്സിബിൾ പ്രോസസ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാർനോട്ട് എഞ്ചിന്റെ 0 ആയിരുന്നു, റിവേഴ്സിബിൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്തായിരുന്നു, 0 ആയിരുന്നു, ക്ലോഷ്യസ് തിയറം. ഓക്കെ. മൂന്നാമത്തേത് ഇറിവേഴ്സിബിൾ പ്രോസസ് നമ്മൾ എഞ്ചിനൊക്കെ വെച്ച് പറഞ്ഞു, ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓൾമോസ്റ്റ് ഓൾ ദ പ്രോസസ് ഇൻ ദ യൂണിവേഴ്സ് എന്താണെന്നാ പറയുന്നത്, ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ എൻട്രോപ്പി എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ എൻട്രോപ്പി എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതായത് എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഓൾ ദ പ്രോസസ് എന്തുകൊണ്ടാണ്, ഇറിവേഴ്സിബിൾ ആയതുകൊണ്ടാണ് എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എൻട്രോപ്പിയും അതുപോലെ ഡിസോർഡറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദിസ് റിലേഷൻ ഈസ് നോൺ ആസ് ദ ബോൾട്സ്മാൻ റിലേഷൻ. ദ ക്വാണ്ടിറ്റി വിച്ച് കണക്ട് ദ മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് വേൾഡ് ആണ് എൻട്രോപ്പി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നോക്കാം, 3 സ്റ്റേറ്റ് ഉണ്ട് മെറ്റീരിയൽസിന് മെയിൻ ആയിട്ട്, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസിയസ് സ്റ്റേറ്റ് അല്ലെ. ഇതിൽ ഏറ്റവും എൻട്രോപ്പി കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഫ്രീ, അതായത് പെർഫെക്റ്റ് ആണ് സോളിഡ് വരുന്നത്, ലൂസ്ലി ബൗണ്ടഡ് ആയിട്ട് ലിക്വിഡ് വരും, ഗ്യാസിലാവുമ്പോൾ മോർ ലൂസ്ലി ആയിട്ടാണ് വരിക. സോ ഡിസോർഡർ കൂടുന്നതിനനുസരിച്ച് എൻട്രോപ്പി കൂടും, അല്ലെങ്കിൽ എൻട്രോപ്പി കൂടുന്നതിനനുസരിച്ച് ഡിസോർഡർ കൂടും. ദിസ് ഈസ് നോൺ ആസ് ദ ഡിസോർഡർ പാരാമീറ്റർ. എവറി ബോഡി ടെൻഡ് ടു പ്രൊസീഡ് ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ ആവാനാണ് എല്ലാവരും എന്ത് ചെയ്യാൻ ശ്രമിക്കും, മാക്സിമം ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കുക. സോ ദിസ് കംപ്ലീറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ എൻട്രോപ്പി ആൻഡ് ഡിസോർഡർ.